ഏറെ പ്രിയം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ സമാധാനവും രക്ഷയുമെല്ലാം നമ്മളുടെ ഓരോരുത്തരുടെയും മേലും വർഷിക്കുമാറാകട്ടെ. ഇസ്ലാമിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ അധ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിന് മാർഗദർശനം ലഭിക്കാനായിട്ട് അള്ളാഹു പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യൻ്റെ ബുദ്ധി. കാരണം മനുഷ്യന് ബുദ്ധിശേഷി നൽകി, ആലോചനാ ശക്തി നൽകി, ഈ ചുറ്റിലും കാണുന്ന പ്രപഞ്ചത്തെയും അതിലെ സൃഷ്ടികളെയും അതിലെ അത്ഭുതകരമായ സൃഷ്ടിപ്പിനെയും കുറിച്ചൊക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും അങ്ങനെ അതിലൂടെ അതിന് പിന്നിലുള്ള ഒരു നാഥനെ, ഒരു ദൈവത്തിൻ്റെ ശക്തിയെ കണ്ടെത്തുകയും ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ മനുഷ്യരിൽ അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം അത് മാത്രം തന്ന് മനുഷ്യനെ ഇനി നിങ്ങൾ ആലോചിച്ചുകൊള്ളൂ, അങ്ങനെ നിങ്ങളുടെ ശരിയായ വഴി നിങ്ങൾ കണ്ടെത്തിക്കൊള്ളൂ, യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളൂ എന്ന് പറയുകയല്ല അള്ളാഹു ചെയ്തിട്ടുള്ളത്. മറിച്ച് മനുഷ്യന് കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ മാർഗദർശനം ലഭിക്കുവാനും ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോകാനും അള്ളാഹു ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഓരോ സമൂഹത്തിലേക്കും ഓരോ കാലഘട്ടത്തിലേക്കും ആ സമൂഹത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ചില അമ്പിയാക്കളെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ അള്ളാഹു നിയമിച്ചു എന്ന് പറയുന്നത്. ആ പ്രവാചകന്മാരിലൂടെ അള്ളാഹുവെക്കുറിച്ച്, മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, ശരിയായ വഴിയെക്കുറിച്ച് ഒക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഈ അർത്ഥത്തിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ അർത്ഥത്തിൽ ലോകത്ത് 100,000-ലേറെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം മനുഷ്യ സമൂഹത്തിൻ്റെ തുടക്കം മുതൽ ഈ സമയം വരെ, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള കാലഘട്ടത്തിലേക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹത്തിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് വിശുദ്ധ ഖുർആൻ പക്ഷേ അതിൽ 25 പ്രവാചകന്മാരെക്കുറിച്ചാണ് പേര് പരാമർശിക്കുന്നത്. അതിൽ തന്നെ പകുതിയോളം ആളുകളെക്കുറിച്ച് മാത്രമാണ് കുറച്ചെങ്കിലും വിശദമായിട്ട് സംസാരിക്കുന്നത്. ബാക്കി ആളുകളുടെ പേരുകൾ ചില പരാമർശങ്ങൾ മാത്രമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഖുർആൻ സാമാന്യം വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള ചില പ്രവാചകന്മാരെക്കുറിച്ചുള്ള സംസാരമാണ് നമ്മളുടെ ഈ കോഴ്സിലൂടെ ആലോചിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ആദമാണ്. ആദമിനെയും അതുപോലെ തന്നെ ആദമിൻ്റെ ഇണയായ ഹവ്വ ബീവിയെയും ആദ്യമായി അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. സ്വർഗത്തിൽ പാർപ്പിച്ചതിന് ശേഷം ആ സ്വർഗത്തിൽ ദൈവകൽപ്പന ധിക്കരിച്ചു, ആദം ദൈവകൽപ്പന ധിക്കരിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവരെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആദ്യത്തെ മനുഷ്യന് തന്നെ ഈ മാർഗദർശനം ലഭിക്കാനായിട്ട് അദ്ദേഹത്തെ ഒന്നാമത്തെ നബിയാക്കി മാറ്റുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ദിവ്യബോധനം നൽകി. ദിവ്യബോധനത്തിന് വഹി എന്നാണ് പറയാറുള്ളത്. ആ വഹി നൽകിയിട്ട് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നതിൻ്റെ വെളിച്ചം അദ്ദേഹത്തിന് നൽകുകയാണ്. അങ്ങനെ ആദം നബിയും അതുപോലെ തന്നെ ഹവ്വ ബീവിയും ഭൂമിയിൽ ജീവിതം ആരംഭിക്കുകയും അങ്ങനെ അവരിലൂടെ സന്താനങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ അവരിലൂടെ ആ സന്താന പരമ്പര വളരുകയും അങ്ങനെ ഓരോ സമൂഹങ്ങളായി രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ കാലക്രമേണ ലോകത്ത് ചില സമൂഹങ്ങൾ രൂപം കൊള്ളും. ആ സമൂഹത്തിലേക്ക് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടു. ആദം നബിക്ക് ശേഷം ഇദ്രീസ് എന്ന് പറയുന്നൊരു പ്രവാചകൻ വന്നതായിട്ട് ഖുർആനിൻ്റെ സൂചനകളുണ്ട്. എന്നാൽ വിശദാംശങ്ങൾ കാണാൻ കഴിയുന്നില്ല. എന്നാൽ പിന്നീട് കൂടുതൽ വിശദാംശത്തോടു കൂടി പരാമർശിക്കുന്ന ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് നൂഹ് നബിയാണ്. അപ്പോൾ നൂഹ് നബിയാണ് ഒരു സമൂഹത്തിലേക്ക് ദിവ്യ സന്ദേശവുമായിട്ട് ആദ്യമായിട്ട് നിയോഗിക്കപ്പെടുന്ന പ്രവാചകൻ എന്ന് പറയുന്നത്. അംബിയാ അല്ലെങ്കിൽ റസൂല് എന്നൊക്കെയാണ് പ്രവാചകന്മാർക്ക് പ്രയോഗിച്ചിട്ടുള്ള പദങ്ങൾ. അംബിയാ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള വാർത്തകൾ, വൃത്താന്തങ്ങൾ എത്തിക്കുന്ന ആൾ എന്ന നിലക്കും, റസൂൽ എന്ന് പറഞ്ഞാൽ സന്ദേശം കൈമാറുന്ന ആൾ എന്നാണ്, ദൈവികമായ സന്ദേശങ്ങൾ കൈമാറുന്ന ആൾ. അപ്പോൾ നൂഹ് പ്രവാചകൻ വരുന്നത് ഇന്നത്തെ ഇറാഖ് പ്രദേശത്താണ്. നൂഹ് പ്രവാചകൻ വരുന്നത്. നൂഹ് പ്രവാചകൻ വന്ന സമൂഹം എന്ന് പറയുന്നത് അത്
പല ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന സമൂഹങ്ങളാണ്. ബഹുദൈവത്വ സങ്കല്പം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആളുകളായിരുന്നു അവർ. അപ്പോൾ ആ സമൂഹത്തോട് ഏകദൈവത്വം പ്രബോധനം ചെയ്യാനാണ് നൂഹ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത്. ഓരോ പ്രവാചകന്മാരും അതത് സമൂഹത്തിൽ നിന്ന് തന്നെ നിയോഗിക്കപ്പെടുന്ന ആളുകളാണ്. അതിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്നവരെ അള്ളാഹു പ്രവാചകന്മാരാക്കുകയാണ് ചെയ്യുന്നത്. അവർ മനുഷ്യർ തന്നെയായിരിക്കും. അതേസമയം അവർക്ക് ദിവ്യബോധനം ലഭിക്കുന്നു എന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ടാകും. ദൈവവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകളായിരിക്കും. അതിലൂടെയാണ് ആ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളാണ് സമൂഹത്തോട് അവർ പറയുക. നൂഹ് നബി ആ സമൂഹത്തെ പ്രബോധനം ചെയ്യുകയും ഏകദൈവ വിശ്വാസത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ ആ സമൂഹം അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. മറിച്ച് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാതെ അവരുടേതായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. എന്നാൽ അദ്ദേഹം അവരുടെ പിന്നാലെ രാവും പകലും നടക്കുകയും ഖുർആൻ തന്നെ പറയുന്നതനുസരിച്ച് 950 വർഷത്തോളം അദ്ദേഹം ഇങ്ങനെ പ്രബോധനം നടത്തിയിട്ടുണ്ടെന്നാണ്. എന്നാൽ അതിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് ഇത് സ്വീകരിച്ചത്. ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന മറ്റൊരു സാമൂഹികമായ ഒരു തിന്മ ഉച്ചനീചത്വമായിരുന്നു എന്ന സൂചനകളും ഖുർആൻ പറയുന്നുണ്ട്. കാരണം നൂഹ് നബിയിൽ വിശ്വസിച്ച ആളുകൾ ആ ആളുകളെ ഇവർ കളിയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നൂഹ് നബിയെ തന്നെ കളിയാക്കുന്നുണ്ട്. താങ്കളുടെ കൂടെയുള്ളത് ഞങ്ങളെ സമൂഹത്തിൽ വളരെ താഴ്ന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ഇതുമായി മുന്നോട്ട് പോയി. അവസാനം അവർ വിശ്വസിക്കുന്നില്ലാത്തൊരവസരത്തിൽ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനു മുന്നോടിയായിട്ട് അദ്ദേഹത്തോട് കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. അദ്ദേഹം കപ്പൽ നിർമ്മിക്കുകയും അങ്ങനെ വലിയ ഒരു മഹാപ്രളയം വരികയും വിശ്വാസികളായ ആളുകൾ മാത്രം ആ കപ്പലുകളിൽ അവരെ കയറ്റാൻ ആവശ്യപ്പെടുകയും അവർ മാത്രം ആ കപ്പലിൽ രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. ബാക്കി സമൂഹമെല്ലാം അതിൽ നശിച്ചു പോവുകയാണ്. അങ്ങനെയാണ് നൂഹ് നബിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നത്. പിന്നീട് നൂഹ് നബിയുടെ സന്താന പരമ്പരയിൽ നിന്ന് വേറെയും ഒരുപാട് സമൂഹങ്ങളുണ്ടായി. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമൂഹമായിരുന്നു ആദ് സമൂഹം എന്ന് പറയുന്നത്. ഇന്നത്തെ സൗദി അറേബ്യയുടെ യമൻ്റെ ഭാഗത്തായിട്ടുള്ള അഹ്കാഫ് പ്രദേശത്താണ് ആ സമൂഹം വസിച്ചിരുന്നത്. അവരെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വലിയ വലിപ്പമുള്ള ശക്തരായ കരുത്തരായ ആളുകളായിരുന്നു എന്നാണ്. അവർ വലിയ വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള വീടുകൾ പണിയുന്നവരിൽ വളരെ മിടുക്കരായിരുന്നു, വളരെ നിപുണരായിരുന്നു. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഹൂദ് നബി എന്ന് പറയുന്നത്. ഈ ഹൂദ് നബി ആ സമൂഹത്തോട് സംസാരിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസപരമായിട്ടുള്ള വൈകല്യങ്ങളെക്കുറിച്ച് അവരെ ഉണർത്തുകയും ശരിയായ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദൈവ വിശ്വാസത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ സമൂഹം എന്ന് പറയുന്നത് അവർ കുറച്ച് അഹങ്കാരമുള്ള ആളുകളായിട്ട് മാറി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകളിൽ, അവരുടെ ഈ പറയുന്ന ശക്തിയിലൊക്കെ അഹന്ത നടിക്കുകയും അങ്ങനെ പ്രവാചകൻ്റെ വാക്കുകൾ അവർ തള്ളിക്കളയുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒടുവിൽ സംഭവിക്കുന്നത് എന്താണ്? ആ സമൂഹത്തെയും വലിയ ശിക്ഷ ബാധിക്കുകയാണ്. ഖുർആനിൻ്റെ വിവരണപ്രകാരം 7 രാത്രിയും 8 പകലും നീണ്ടുനിന്ന വലിയ കൊടുങ്കാറ്റടിക്കുകയാണ്. ആ കൊടുങ്കാറ്റിൽ അവർ മുഴുവനായിട്ടും തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമൂഹത്തെക്കുറിച്ച് അങ്ങനെ വിവരിക്കുന്നുണ്ട്. അതിലേക്ക് ഹൂദ് നബിയാണ് നിയോഗിക്കപ്പെടുന്നത്. ആ ആദ് സമൂഹത്തിൻ്റെ ഒരു ഉപശാഖയായിട്ടാണ് സമൂദിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സമൂദ് എന്ന് പറയുന്നത് അറേബ്യയുടെ മറ്റൊരു പ്രദേശത്ത് മദീനയുടെ ഭാഗത്തേക്കായിട്ടാണ് അവർ താമസിച്ചിരുന്നത്. അവരിലേക്ക് സ്വാലിഹ് നബിയെയാണ് നിയോഗിക്കുന്നത്. ഈ സ്വാലിഹ് നബി ഈ സമൂഹത്തെ അവരുടെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ സമൂഹം വളരെ ആഡംബരപ്രിയരായിരുന്നു. വലിയ വലിയ പാറകളൊക്കെ തുരന്ന് വീടുകളൊക്കെ ഉണ്ടാക്കി താമസിക്കുന്നവരായിരുന്നു. ഞങ്ങൾ ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല എന്ന ബോധത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാലിഹ് നബിയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അദ്ദേഹം അവരുടെ പിന്നാലെ നടന്നു. അവരവസാനം ചോദിക്കുന്നുണ്ട്, താങ്കൾ പ്രവാചകനാണ് എന്നതിന് എന്തെങ്കിലും അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സ്വാലിഹ് നബി ഒരു പാറയിൽ നിന്നൊരൊട്ടകത്തെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ പ്രകാരം ഒരു പാറയിൽ നിന്നൊരൊട്ടകത്തെ കൊണ്ടുവരികയാണ്. ആ ഒട്ടകം അവർക്കൊരു ദൃഷ്ടാന്തമായി കാണിച്ചു. പക്ഷെ സത്യം മനസ്സിലാക്കിയിട്ടും അവർ കാര്യം സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം
അവരുടേതായ അഹങ്കാരവും അഹന്തയുമൊക്കെ വിശ്വാസം സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ തടയുകയും അങ്ങനെ ഒടുവിൽ അവരെന്ത് ചെയ്തു, ആ അത്ഭുത ദൃഷ്ടാന്തമായി നൽകിയിട്ടുള്ള ആ ഒട്ടകത്തെ വരെ അവർ കൊന്നുകളയുകയും ചെയ്തു. അത്രത്തോളം അവരുടെ ധിക്കാരം അതിക്രമിച്ചപ്പോൾ അവരെയും അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടിയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. ആ ശിക്ഷ എന്ന് പറയുന്നത് ഘോരമായ ഒരു ശബ്ദമായിരുന്നു. ആ ഘോരമായ ശബ്ദത്തിൽ, താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഘോരമായ ആ ശബ്ദത്തിൽ ആ സമൂഹം മുഴുവൻ തകർന്നടിയുകയും ചെയ്തതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. ഈ പ്രവാചകന്മാരുടെ ചരിത്രത്തിന് ശേഷമാണ് ഇബ്രാഹിം പ്രവാചകൻ വരുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രം നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.